തിരൂർ LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ നമ്മോടൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് പര്യടനം പൊതുപര്യടനത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് പൊതുവിൽ തിരൂരിലുള്ള ഒരു പ്രതികരണം? തിരൂരിൽ മാറ്റത്തിന്റെ സൂചനകൾ നല്ല രീതിയിൽ തന്നെ കണ്ടുവരുന്നു. ജനങ്ങൾ ഒന്നടങ്കം നമ്മുടെ സ്വീകരണ യോഗത്തിലായാലും നമ്മൾ നേരിട്ടുള്ള സമ്പർക്കത്തിലായിരിക്കും തന്നെ മാറ്റം അവരൊക്കെ തന്നെ ആഗ്രഹിക്കുന്നു. അത് സാധ്യമാവുന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് നമുക്ക്. കാരണം നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. എന്തുകൊണ്ട് അത് തിരൂരിലെത്തിയില്ല? അതാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം. ഇപ്പോൾ ഇടക്കാലത്ത് തന്നെ ബന്ധപ്പെട്ട പാർട്ടിയും ബന്ധപ്പെട്ട ഞങ്ങളൊക്കെ തന്നെ ഇടപെട്ടതിൻ്റെ ഭാഗമാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ തിരൂരിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ പണം നൽകിയിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്തരം കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇവർ വീണ്ടും ശ്രമിക്കുന്നത്. പക്ഷെ അതിന് കൃത്യമായി തന്നെ ജനങ്ങൾ മറുപടി പറയും. എന്താ തിരൂരിലെ ഒരു ആത്മവിശ്വാസം എന്താണ്? നമുക്ക് ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ജയിക്കാൻ പോകുമ്പോൾ പിന്നെ എന്താ ആത്മവിശ്വാസം? ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചിട്ടുണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, കേരളത്തെ ലോകത്തോടൊപ്പം കൊണ്ടെത്തിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുകയല്ലേ. അവർ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ തിരൂർ ഈ ഒരു രീതിയിലേക്ക് മാറിയില്ല. ഇപ്പൊ തിരൂരിലെ നഗരസഭ മാത്രമല്ല, ഇപ്പോ വെട്ടം, തലക്കാട്, തിരുനാവായ, ആദവനാട്, കൽപ്പകഞ്ചേരി, വളവന്നൂര്, ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. എല്ലാം ചെയ്യാമായിരുന്നു. ഇപ്പോ മലപ്പുറം ജില്ലയിൽ തന്നെ മുസ്ലിം ലീഗിന്റെ മറ്റ് മണ്ഡലങ്ങളില്ലേ, അവിടെ കൊടുത്ത പണം നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അവിടുത്തെ എല്ലാ വിദ്യാലയങ്ങളും നല്ല രീതിയിൽ തന്നെ പുതുക്കി പണിതിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഒരു കെട്ടിടത്തിന് വേണ്ടി ഇവിടുത്തെ PTA ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ മന്ത്രിയെ നേരിട്ട് സമീപിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല? അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ കേസൊന്നുമല്ല, വർഷങ്ങളായി അങ്ങനെയാണ്. ഇപ്പോൾ തിരൂരിന്റെ അല്ലെങ്കിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം ആയതിനു ശേഷം ഇവിടെ ലീഗിന്റെ MP മാത്രം അവരെന്താ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത്? തിരൂരിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? നിങ്ങളുടെ ഒരു നാട് കൂടിയാണല്ലോ ഇത്. ഇതൊക്കെ നിരവധി കാര്യങ്ങൾ, 1-2 കാര്യങ്ങളല്ല, സത്യത്തിൽ നിരവധി കാര്യങ്ങളുണ്ട് തിരൂരിലെ ജനക്ക്. ഇപ്പോൾ ഈ പട്ടണത്തെ, ഇപ്പോൾ തിരൂർ പട്ടണത്തോട് അനുബന്ധിച്ചുള്ള പഞ്ചായത്തുകളിൽ ചേർത്തുകൊണ്ടുള്ള ഒരു കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു പദ്ധതി അവതരിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് പോകുന്നത്. നല്ല റോഡുകളുടെ അഭാവം, പാലങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള കെട്ടിടം അല്ലെങ്കിൽ അവിടുത്തെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ധാരാളം പരാതികൾ, ഇതെല്ലാം തന്നെ നിലനിൽക്കുകയാണ്. അതാണ് അങ്ങ് ചോദിച്ച ഒന്നിന് മാത്രം ഉത്തരം പറയാൻ കഴിയില്ല. ധാരാളം പ്രശ്നങ്ങൾ ഓരോ ഭാഗങ്ങളിലും നിൽക്കുകയാണ്. അപ്പോൾ ഇത് പ്രത്യേകം എടുത്തുകൊണ്ട് ഓരോന്ന് ചെയ്തു തീർക്കേണ്ടതുണ്ട്. ആ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. അതിനുള്ള പൂർണ്ണമായുള്ള പിന്തുണ തിരൂരിലെ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്ക് തരുമെന്നുള്ള വിശ്വാസമാണ് നമുക്കൊക്കെ തന്നെ. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതു മുന്നണി തിരൂരിലുള്ളത്. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.